ചെങ്ങന്മാരെ നമ്മളിന്ന് രാവിലെ ഇറങ്ങിയേക്കണു. ഇന്ന് ചൂണ്ടപ്പരിപാടിക്ക് ഇറങ്ങുന്നത് കാർ ഫിഷിങ്ങാണ്. ഇന്നത്തെ പാറ്റിൽ അതാണ്. അപ്പോൾ നമ്മളിന്ന് ഒറ്റപ്പാലത്താണ്, ഒറ്റപ്പാലത്ത് എത്തിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു ലോഡ് കാണണ്ട സാധനം കൊണ്ട് കയറ്റി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നടക്കണം, 1 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ ഇങ്ങനെ പോയോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത്. കീസും ചാക്കും, ഒരു ലോഡ് ചാക്കും ഉണ്ട്. പ്ലേസല്ല, ഇത് നമ്മൾ പോണ വഴിയാണ്. ഭയങ്കര മഞ്ഞുണ്ട്. ഇവിടെയൊക്കെ മുന്നേ വന്നപ്പോൾ ഫുള്ള് വെറും പാടായിട്ട് കിടന്നിരുന്നതാണ്. ഇപ്പോൾ ഫുള്ള് നെൽകൃഷിയാണ്. നെല്ല് ഞണ്ട് പണിയെടുത്തു പോകും. പിന്നെ ഇതിൻ്റെ അരികല്ലേ ഇതെന്തോ കുത്തി കിടന്നിക്കണല്ലോ. പന്തി ഇറങ്ങിക്കണമെന്നാവും തോണ്ടുവന്നായിട്ട്. എന്താ കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാഴ്ച, പുഴയ്ക്ക് പോകുമ്പോൾ അല്ല കാഴ്ചകൾ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക് പരിപാടിയൊക്കെ എങ്ങനെയാണെന്നില്ലേ. അപ്പോൾ ഇതാണ് ചങ്ങന്മാരെ നമ്മളെ സ്പോട്ട്. മഞ്ഞാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലം. അതവിടെ പാളുണ്ടാവും. പാള ഇതെന്ത് കേസ പാളതിൻ്റെ നേരെ ചാകൊക്കെ ഉണ്ടാവും. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ സെനൻ്റെ ഒരു റീല് 4000, പിന്നെ ഫൈബർ റോഡ് ലുക്കാൻ്റെ. അപ്പോൾ 8 അടിൻ്റെ ഒരു റോഡുണ്ട്. അപ്പോൾ ഒന്നിത് ഇനി നമുക്ക് രണ്ടാമത് തെറ്റാക്കാം. ഇത് 8 അടി റോഡ് നാനോസ്പിൻ്റെ ലുക്കാൻ്റെ റോഡാണ്. പിന്നെ റീല് ഫാൽക്കൻ്റെ 5000 സീരീസ് വരുന്ന ഫാൽക്കൻ്റെ റീലും സാധനം. ഇത് സാധാ ഒരു പിന്നെ ടെലസ്കോപ്പിൻ്റെ റോഡാണിത്. ചൈനയുടെ റോഡ് ഫാൽക്കൻ്റെ റീല് 5000. ഇത് പിന്നെ കുറച്ച് പോകാനായിരുന്നല്ലേ മൈദപ്പൊടി കുറച്ചിട്ടത്. മൈദപ്പൊടി കുറച്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാൻഡ് ആവുന്ന അറിയാം. അപ്പോൾ ചെങ്ങായി നമ്മൾ തീറ്റ തയ്യാറാക്കുക കേട്ടോ. നമ്മളത് ഉപയോഗിക്കുന്ന സാധനം ഈ ക്രീം ബിസ്ക്കറ്റാണ്, ഓറഞ്ചിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ്. അത് കൂട്ടുണ്ട്, അത് കൂട്ടിയാണ് പൊടിച്ചത്. പിന്നെ അതിക്ക് നമ്മൾ കടലപ്പുണ്ണാക്കുണ്ടല്ലോ, കടലപ്പുണ്ണാക്ക് അത് കുറച്ച് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ പാട് ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ കോഴിത്തീറ്റ ഉണ്ടല്ലോ, ഈ ചോളം കൂടിയേ അത് കുറച്ച് ഇടുന്നുണ്ട്. അതൊക്കെ നമ്മൾ സാധനം എങ്ങനെ കൂട്ടുകൊണ്ട് അതിനനുസരിച്ച് ചൂണ്ടൽ എത്ര നേരം ഇടാൻ ഉദ്ദേശിക്കണോ, 8 ചൂണ്ടലുണ്ടോ അതിനനുസരിച്ച് അളവും കാര്യങ്ങളൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് കടലപ്പിണ്ണാക്ക് തന്നെയാണ്. ആദ്യം കുറച്ചിട്ടിക്കണു, അപ്പോൾ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കൂട്ടിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. ആവശ്യത്തിന് മൈദ ഓവറായിരുന്നേ.
ഓവറായി കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര കട്ടിപ്പാക്കാരം. അതായത് കട്ടിപ്പ് പറഞ്ഞാൽ പശ കൂടുതലാകുമ്പോൾ സാധനം തീറ്റ മീനുകൾക്ക് എടുത്താൽ കിട്ടില്ല. പെട്ടെന്ന് തീറ്റകൾ വേറ് വലിക്കാരം ഉള്ളിലേക്ക്. അപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ മൈദ ഓവറായി കഴിഞ്ഞാൽ സാധനം ക്ലിയറായി കിട്ടില്ല. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ നമ്മൾ വേണ്ടത് വെച്ചാൽ മഞ്ഞ കളറാണ്. ഇത് കുറച്ച് മഞ്ഞ കളർ ആഡ് ചെയ്യുക. എല്ലാം പാടെ കൂട്ടിയിട്ട് അതൊക്കെ പാടെ കൂട്ടിയിട്ട് ശരിക്കും അത് മിക്സ് ആക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മളതിലേക്ക് കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് അത് കുറച്ച് പാരുക. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയാണ്ട് അങ്ങനെ വേണമെങ്കിൽ പാരാ. പിന്നെ അധികം ഒറ്റിച്ചാണ് ശരിക്കും മിക്സ് ആക്കുന്നത്, മിക്സ് ആക്കും ചെയ്യുക. അപ്പോൾ നമ്മളത് മിക്സ് ആക്കിക്കണം. ഇനി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാരണം മേലെ കൂടി. ഇത് നമ്മൾ കുറച്ച് വെള്ളം എടുത്താണ്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയാണ്ട് അതിലേക്ക് പാരും ചെയ്യുക. പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് അതിക്ക് തന്നെ പാരം നിൽക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത് കുഴച്ചാണ് നമ്മൾ പുട്ട് പരുവത്തിൽ കുഴച്ചെടുക്കണം. കൂടുതലാകരുത്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് ഒട്ടുക കാരണം. നമ്മൾ ഈ ഓപ്പൺ ഉപ്പൊക്കെ ആകുമ്പോൾ പിന്നെ വല്ലാതെ മറ്റേ ടൈറ്റ് വേണ്ടി വരും. എന്നാൽ പറ്റേ പുട്ട് പരുവത്തിലാവും ചെയ്യേണ്ട. കുറച്ചൊക്കെ ഒരു രീതിയിലായി ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യണം. നമ്മൾ പിന്നെ സ്പൈഡർ ഹുക്കുമ്പൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പുട്ട് പരുവത്തിൽ വെള്ളത്തിൽ എറിഞ്ഞത് ഇങ്ങനെ കുമ്മളായിട്ട് ഇങ്ങനെ പൊങ്ങണം. അപ്പോൾ അതിങ്ങനെ പൊങ്ങിയ സമയത്താണ് മീൻ വന്ന് വേഗം എടുക്കുക. അത് അപ്പോൾ നമ്മൾ സ്പ്രിങ്ങുമ്പോൾ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചെയ്യണ രീതിയിലാണ്. അതായത് അടിയിലെ 4 കുമ്മ മുന്തിരിക്കൊലായിട്ട് തൂക്കും. നമ്മൾ മാനുവലിക്ക് എന്തോ ഒരു സാധനം അടിച്ചുകൊണ്ടു. ഒന്ന് ടൈറ്റായിക്കാം. വലിയുണ്ടൊക്കെ എന്തായാലും എടുക്കുക. എന്നിട്ട് അടുത്തതാക്കിയിടുക. സാധനം തീറ്റ നല്ല വേഗം എടുക്കും. ഇതാക്കി വേഗം കയറ്റിക്കോ. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയറ്റേ. കുളത്തല്ല. ഫസ്റ്റത്തെ ക്യാച്ച് ആണ് 2 പരലെങ്കിൽ പരൽ. അടിപൊളി. കുറേ കാലമായി പരലെങ്കിൽ പരലിന് കൊതിച്ചു വെക്കണു. 2 കിട്ടിക്കണു. അപ്പോൾ നമുക്ക് സാധനം ഇതേപോലെ ഈ കാണുന്ന പോലെ തന്നെ ഓപ്പൺ വെക്കുമ്പോൾ ചെയ്യേണ്ടത് മേലെന്ന് വരുന്ന സാധനമൊക്കെ അതിൻ്റെ സെൻട്രലായിട്ട് പൂത്തി വെക്കുക. ബാക്കി അടിയിൽ 4 അടിയത്തെ 4 മുന്തിരിക്കൊലയായിട്ട് അതിമ പഞ്ച് ചെയ്ത് കാണാൻ വരെ മണിയായിട്ട് തൂക്കിയിടുക. ഈ പരുവത്തിലാണ് ഞാനെറിയൽ. അപ്പോൾ സാധനങ്ങൾ സെറ്റായി ചങ്ങനെ എറിഞ്ഞു നോക്കാം നമുക്ക്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റായി. ഒക്കെപ്പാടെ പണിയായിട്ടുണ്ടാവില്ലേ? മാനുവിന് എന്തോ ഒരു മീൻ അടിച്ചുകൊണ്ട് നോക്കി നോക്കാം നമുക്ക്. നോക്കി പിടിച്ചാ വീണ്ടും ഒരു ചെറിയ പരൽ. ചങ്ങായിമാരെ സാധാരണ കലാവിരുതായി കാണുന്നത്. ആയിക്കോട്ടെ. പോയി ചീറ്റി. മറ്റോ മറ്റേ പാടത്ത് കയറിയാൽ തൊപ്പിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. പാളേനെ ഉസാറായിരുന്നു പറയാ. ഇതാ വരുന്നു മുതലേ. ചെറുതായാലും വലുതായാലും മീൻ പോന്നാ മതി.
ഈ പാത്രമാണെച്ചെങ്കിൽ ഉരപ്പെട്ടിക്ക് ചവിട്ട് വിടാൻ പാത്രം ആ വലിയ കുപ്പി കട്ട് ചെയ്താൽ മതിയെന്നേ. അപ്പം നമ്മളെ ബൈറ്റ് ഇതാണ്, നമ്മളെ കരിമീൻ ഫീഡാണ്. അത് പ്രത്യേകത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയണേ, കടയിലൊക്കെ മേടിച്ചാൽ കിട്ടണത്. കൊത്തമീനെ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഇത് എന്താ അൽഫാമോ ബിരിയാണി എന്തൊക്കെ മേടിച്ചു കൊടുത്തൊക്കെ കൊടുക്കുന്നു, ഇല്ലൊക്കെ അതൊക്കെ ഇവിടെ ഈ പുഴയിലെ മൊത്തം ഇവിടെയാണ്. അതെ നിങ്ങളെ എപ്പോഴും പറയണു. ആ അതാ പള്ളത്തി അത് വരുന്ന കൊല്ലേ കാണണ്ടേ. ആ അതാ പോണേ, ഹെലികോപ്റ്റർ മേലെ കൂടി പോകണ്ടേ, ആ കൂടെ നന്ന മേലെ കൂടിയാണേ.